വനം വകുപ്പും കർഷകരും സഹകരിച്ചാൽ പലരുടെയും അജണ്ടകൾ ഇല്ലാതാകുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. കർഷകരുടെ പ്രശ്നങ്ങളിൽ സെൻസിറ്റീവായി ഇടപെടണമെന്നും മന്ത്രി പറഞ്ഞു. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന പ്രതിനിധി സമ്മേളനം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വനം വകുപ്പും കർഷകരും എന്ന് സഹകരിക്കുന്നോ അന്ന് പല അജണ്ടകളും ഇല്ലാതാകുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ സുവർണ ജൂബിലി സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഫോറസ്റ്റ് വകുപ്പും കർഷകരും സഹകരിച്ച് നല്ല അയൽക്കാരായാൽ പലരുടെയും അജണ്ടകൾ ഇല്ലാതാകും. കർഷകരോടുള്ള പ്രശ്നങ്ങളിൽ സെൻസിറ്റീവായി ഇടപെടാൻ ഉദ്യോഗസ്ഥർക്ക് മന്ത്രി ഉപദേശവും നൽകി. കേരളത്തിന്റെ ഈ 12 ലാൻഡ്സ്കേപ്പിൽ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഹോട്ട്സ്പോട്ട്സിൽ നമ്മൾ നടപ്പിലാക്കും. എന്തായാലും നിങ്ങൾ ബുദ്ധിപൂർവ്വം നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആദ്യം പങ്കെടുത്തു. കാരണം അല്ലെങ്കിൽ എനിക്ക് പോയി ഇത് ബോധ്യപ്പെടുത്താൻ കുറച്ചുകൂടെ പാടുപെട്ടേനെ. ഇപ്പൊ അദ്ദേഹത്തിന് നേരിട്ട് ബോധ്യമുള്ളത് കൊണ്ടും അദ്ദേഹം ഈ കാര്യങ്ങൾ വൈകാര്യമായി തന്നെ എടുക്കുന്നത് കൊണ്ടും എനിക്കൊരു സന്തോഷമുണ്ട്. ചരിത്രത്തിൽ ആദ്യമായി 192 കോടി രൂപ ഈ ബഡ്ജറ്റിൽ ഈ വന്യമൃഗ ഈ ഇതിന് നേരിടാൻ തന്നിരിക്കുന്നു. നിയമപരമായി എന്താ തടസ്സമെന്നുള്ളത് പരിശോധിച്ച് ആ തടസ്സങ്ങളെ അതിജീവിച്ചുകൊണ്ട് അത് നമ്മൾ ചെയ്തു കൊടുക്കുമല്ലോ. 100% സ്പെഷ്യൽ റൂൾസുമായി ബന്ധപ്പെട്ട ഫയലും തിങ്കളാഴ്ച തന്നെ തരാൻ പറഞ്ഞിട്ടുണ്ട്. അത് പരിശോധിക്കാവുന്നതാണ്. നിങ്ങൾ പറഞ്ഞ ഈ ആവശ്യങ്ങളൊന്നും അനാവശ്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞതുപോലെ പരിമിതിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ജീവനക്കാർ എന്നുള്ള നിലയിലേക്ക് നിങ്ങൾ പറഞ്ഞതൊന്നും അനാവശ്യമല്ല. ഇത് കൂടാതെ ഞാൻ കഴിഞ്ഞ ഒരാഴ്ച ആയിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതിന് മുമ്പ് തന്നെ ചർച്ച തുടങ്ങി. ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തു. ഞാൻ കണ്ടിട്ടുണ്ട് വനാതിർത്തിയിൽ പങ്കെടുക്കുന്നവര് സഞ്ചരിക്കുന്നത്, നടന്ന് ഉൾക്കാടുകളിലേക്ക് പോയി തിരിച്ചു വരുന്നത്. നമ്മുടെ തിരുവനന്തപുരത്തെ ആ ചെറുപ്പക്കാരന് പറ്റിയ അപകടം പോലെ അതിന് സമാനമായ സാഹചര്യം. എന്തായാലും എത്ര എണ്ണം പറ്റും എന്നെനിക്കറിയില്ല. ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് മാറ്റിയിട്ട് ഓൾ ടെറൈൻ വെഹിക്കിൾസ് എന്നുള്ള ATV ജീവനക്കാർക്ക് നൽകി മോഡേണൈസേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്തതാണ്. വർഷങ്ങൾക്ക് മുമ്പ് 1-2 പെരിയാറിൽ വാങ്ങിച്ച് അതവിടെ കിടപ്പുണ്ട്. അതല്ല, 2 പേർക്ക് സഞ്ചരിക്കാവുന്നതും 5 പേർക്ക് സഞ്ചരിക്കാവുന്നതും അടക്കമുള്ള ATVs എങ്ങനെ സോഴ്സ് ചെയ്യാൻ ഒക്കുമെന്നുള്ള നിർദ്ദേശം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞു, ഇപ്പോൾ ലഭിക്കുന്ന ഫണ്ടിൽ നിന്ന് കൈ കെട്ടിയിട്ടുകൊണ്ട് ഉദ്യോഗസ്ഥരുടെ കൈ കെട്ടിയിട്ടുകൊണ്ട് ചുള്ളിക്കമ്പം കൈ അല്ലെങ്കിൽ കൈ കൊടുത്തിട്ട് പോയി ആനയെ ഓടിക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കത്തില്ല. അതിനാവശ്യമായിട്ടുള്ള മോഡേണൈസേഷൻ ഈ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമുണ്ട്. ആ മോഡേണൈസേഷൻ ആവശ്യമുള്ള പ്രപ്പോസൽ നൽകാൻ പറഞ്ഞിട്ടുണ്ട്. ഈ വർഷത്തെ 192 കോടിയിൽ നിന്ന് തന്നെ മോഡേണൈസേഷനിലൂടെ ഇതിന്റെ ഭാഗമായി നിങ്ങൾ ഫലപ്രദമായി ഇഫക്റ്റീവായി നിങ്ങളുടെ കഠിനാധ്വാനം ഇഫക്റ്റീവ് ആക്കുന്ന നിലയിലേക്കുള്ള ഒരു സംവിധാനവുമായി നമ്മൾ മുന്നോട്ട് പോകുന്നതാണ്. സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും മന്ത്രി നിർവഹിച്ചു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് K. സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു. ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് അഡീഷണൽ പ്രിൻസിപ്പൽ ജസ്റ്റിസ് മോഹൻ, കൊല്ലം സതേൺ സർക്കിൾ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ഡോക്ടർ R. കമൽഹാർ, ജനറൽ സെക്രട്ടറി R. ദിൻഷു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.